നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ മാത്രം UAE-യിൽ 150 പേർക്കാണ് കൊറോണ വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 814 ഉയർന്നിരിക്കുകയാണ്. 2 പേർ മരിച്ചതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. 62 വയസ്സുള്ള മലയാളിയും 78 വയസ്സുള്ള അറബ് പൗരനുമാണ് മരണത്തിന് കീഴടങ്ങിയത്. നേരത്തെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവരായിരുന്നു ഇവരെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതോടെ വൈറസ് ബാധിതരായി മരിച്ചവരുടെ എണ്ണം 8 ഉയർന്നു. വിദേശയാത്രകൾ നടത്തിയവരെയും നേരത്തെ വൈറസ് ബാധിതരായ വ്യക്തികളുമായി അടുത്തിടപഴകിയവരെയും പരിശോധിച്ചപ്പോഴുമാണ് പുതിയ കേസുകൾ കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചവരിലും വിവിധ രാജ്യക്കാർ ഉൾപ്പെട്ടിരുന്നു. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. വൈറസ് ബാധ വ്യാപിക്കുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിന് കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതോടെ ഒമാനിലെ പ്രവാസികളായ ചെറുകിട കച്ചവടക്കാരുടെ വരുമാനം പൂർണ്ണമായി നിലയ്ക്കുകയാണ് ചെയ്തത്. നിത്യച്ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് നൂറുകണക്കിന് പ്രവാസികൾ കഴിഞ്ഞു പോരുന്നത്. കോവിഡ് വൈറസ് ഒമാനിൽ സാമൂഹ്യ വ്യാപനമായതോടുകൂടി രാജ്യത്തെ പ്രധാന വിപണികളെല്ലാം തന്നെ വിജനമായി കഴിഞ്ഞു. മസ്കറ്റ് ഗവർണറേറ്റിലാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോവിഡ് വ്യാപിക്കാതിരിക്കാനുള്ള കർശന നിയന്ത്രണങ്ങൾ 2 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ റൂവിയിലും പരിസരത്തുമുള്ള ചെറുകിട കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതായിരിക്കുകയാണ്. ചെറിയ കോഫി ഷോപ്പുകളും ഭക്ഷണശാലകളും പ്രവർത്തിച്ചിരുന്നുവെങ്കിലും നിബന്ധനകളോടുകൂടി മാത്രമേ ആഹാര സാധനങ്ങൾ വിളമ്പുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം പ്രവാസികളും അത്യാവശ്യം ചിലവിനുള്ള പണം കൈവശം കരുതി ബാക്കി തുക മുഴുവനും നാട്ടിലേക്ക് അയക്കുന്നവരാണ്. ഇവരൊക്കെ ഇപ്പോൾ പണമില്ലാതെ കുടുങ്ങിക്കിടക്കുകയാണ്. അതോടൊപ്പം നിരവധി ആവശ്യങ്ങൾക്കായി നാട്ടിലെ ബാങ്കുകളിൽ നിന്നും ആഭരണങ്ങൾ പണയം വെച്ചും വട്ടിപ്പലിശക്കാരിൽ നിന്നും പണയം വായ്പ എടുത്ത് സാധാരണ പ്രവാസികളും ഇപ്പോൾ വളരെയധികം ആശങ്കയിലായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ പിടിച്ചുമുറുക്കുമ്പോൾ ഓരോ പ്രവാസികളും ആശങ്കയിലായി തീരുകയാണ്. ഇനിയുള്ള നാളുകൾ അതിനിർണായകമാകുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.